ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ഥിരമായി പോക്കറ്റടിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒരിക്കൽ അവൻ ഒരു കച്ചവടക്കാരൻ്റെ പോക്കറ്റടിക്കുമ്പോൾ അവൻ്റെ ദുശ്ശീലം അവൻ്റെ അമ്മ കണ്ടുപിടിച്ചു. അവനെ കണക്കിന് ശകാരിച്ചു. പ്രായശ്ചിത്തം ചെയ്യുവാനായി അടുത്തുള്ള പള്ളിയിലെ അച്ഛൻ്റെ അടുക്കൽ പോയി തെറ്റുകൾ ഏറ്റുപറയാനായി അവനെ പറഞ്ഞയച്ചു. അവൻ ചെന്ന് പള്ളിയിലെ അച്ഛനോട് അവൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല. ഏതായാലും ആ കച്ചവടക്കാരൻ്റെ പേഴ്സ് തിരികെ കൊടുക്കണം. അവൻ അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് വൈകുന്നേരം അവൻ്റെ പേഴ്സിൽ കുറെ പണം കണ്ട അമ്മ അവനോട് ചോദിച്ചു, ഈ പണമെല്ലാം എവിടെ നിന്നാണ്? അവൻ പറഞ്ഞു, അച്ഛൻ്റെ അടുക്കൽ തെറ്റുകൾ ഏറ്റുപറയാൻ പോയപ്പോൾ പള്ളിയിലെ തളികയിൽ നിന്ന് എടുത്തതാണ്. ഇന്ന് പലപ്പോഴും മനുഷ്യന്റെ പശ്ചാത്താപവും പ്രായശ്ചിത്തവുമെല്ലാം ഇത്തരത്തിൽ വികലമായിരിക്കുന്നു. തെറ്റുപറ്റുക എന്നത് മനുഷ്യ സഹജമാണ്. ജീവിതത്തിൽ തെറ്റുപറ്റാത്തവരോ തെറ്റ് ചെയ്യാത്തവരോ ആയി ആരും തന്നെ ഉണ്ടാവില്ല. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ചെയ്യരുതാത്തത് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക എന്നത് തന്നെയാണ് തെറ്റ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിലും തെറ്റിനെക്കുറിച്ച് അറിവില്ലാത്തതിനാലും തെറ്റുകൾ ചെയ്തു പോകുന്നവരും ഉണ്ടാകാം. എന്നാൽ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ബോധ്യം വന്നാൽ പശ്ചാത്തപിക്കുക എന്നതും പ്രായശ്ചിത്തം ചെയ്യുക എന്നതും ദൈവീകമാണ്. തന്നെ തരം താഴ്ത്തുക, താൻ തെറ്റുകാരനാണെന്ന ബോധ്യത്തോടെ ജീവിക്കുക തുടങ്ങിയ തെറ്റായ ചിന്തകൾക്ക് പ്രായശ്ചിത്തവുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ എത്ര മോശക്കാരനാണ് എന്ന് ചിന്തിച്ച് ആകലപ്പെട്ടുകൊണ്ടിരിക്കലല്ല പ്രായശ്ചിത്തം. പ്രായശ്ചിത്തം നമ്മെ സ്വതന്ത്രരാക്കുന്നു, പുതുതായി തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. തെറ്റിൽ നിന്ന് നന്മയിലേക്കും പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കുമുള്ള മാറ്റമാണ് പ്രായശ്ചിത്തം. തെറ്റുകൾ ഉപേക്ഷിച്ച് നന്മയിലേക്ക് മാറ്റപ്പെടുമ്പോൾ അവിടെ കുറ്റബോധത്തിന് എന്ത് പ്രസക്തി? എന്നാൽ ചെയ്യുന്ന പ്രായശ്ചിത്തങ്ങൾ ആത്മാർത്ഥമാകണം. മനുഷ്യന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ക്രൂശിൽ സ്വയം ജീവൻ കൊടുത്ത കർത്താവിൽ ശരണം പ്രാപിക്കാം. ആത്മാർത്ഥമായ പശ്ചാത്താപവും പ്രായശ്ചിത്തവും ജീവിതത്തിൽ വിശുദ്ധിയിലേക്ക് നയിക്കുവാനിടയാകട്ടെ. മഹാകവി വള്ളത്തോളിന്റെ മഗ്നലക്കാരി എന്ന കാവ്യം ഇങ്ങനെ അവസാനിക്കുന്നു. പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞെ, ദുഃഖം വെടിഞ്ഞു നീ, ഉൾക്കൊണ്ട വിശ്വാസം കാത്ത് നിന്നെ അപ്പപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം. പ്രായശ്ചിത്തങ്ങൾ തെറ്റുകൾ ആവർത്തിക്കാനുള്ള അവസരമല്ല, മറിച്ച് അതിൽ നിന്ന് രക്ഷ നേടുവാനുള്ള മാർഗമാണ്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.